ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഷാബി 11 കഞ്ഞിക്കടയിലേക്കാണ്. കഞ്ഞിക്കടന്റെ പ്രത്യേകത വെറും കഞ്ഞി മാത്രം, എല്ലാ വെറൈറ്റി ഫുഡുകളും കിട്ടുന്ന ഒരു സ്പോട്ട്. ചോറിൽ തന്നെ അത്തായച്ചോറ്, നെയ്ച്ചോറ്, ഉമ്മച്ചിച്ചോറ്, പിന്നെ ഉപ്പച്ചിച്ചോറ് ഉണ്ടോന്ന് ചോദിച്ചു വന്നാൽ അതും അവർ വെച്ച് തരും. അവിടെ ചോറ് കൊണ്ടുള്ള ഒരു കളിയാണ്. അത്തായച്ചോറിന്റെ ഒന്നിച്ചൊരു മീൻ പൊള്ളിച്ച് തരും. എന്റെ മക്കള് ഒരു രക്ഷയില്ല, ടേസ്റ്റും. അതുപോലെ തന്നെ നമ്മുടെ അത്തായച്ചോറിനെ ഒന്ന് പപ്പടം പൊടിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചെക്കൻ പറയട്ടെ ഇന്നത്തെ അഭിപ്രായം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മീൻ എന്ന് പറഞ്ഞാൽ നേരെ കടയിൽ നിന്നും തുള്ളി വന്ന് കിടക്കണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ആ നെയ്ച്ചോറും കൂടി ഒന്ന് കഴിക്കാൻ പോവാ. ആ നെയ്ച്ചോറിന്റെ മേലെ പപ്പടം പൊടിക്കുമ്പോ ഒരു ഫീല് വന്നിട്ട് എന്റെ മക്കളെ ആ ബീഫ് ചിക്കൻ ഫ്രൈ ഞങ്ങളെ നോക്കി പറയുന്നുണ്ടായിരുന്നു, എന്നെയും കൂടി കഴിച്ചു. നമ്മുടെ കഞ്ഞിക്കടയിലത്തെ ഫുഡ് എന്ന് പറഞ്ഞു. ക്യാമറമാനാണെങ്കിൽ ഞങ്ങളുടെ തൊള്ളക്ക് വന്നിട്ട് ക്യാമറ പിടിച്ചു അങ്ങോട്ട് മാറി നിക്കടാന്ന് പറഞ്ഞിട്ട് മാറാത്ത ഒരു ചങ്ങ. ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായി വേരിനിടയിൽ പോകാൻ നിൽക്കുന്ന നമ്മുടെ മുനി കണ്ടം വഴി ഓടുന്ന ഷാക്കി. അപ്പൊ ഇതിലൊന്നും തീർന്നില്ല കേട്ടോ. ഫുഡ് കഴിച്ച നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഉപ്പിലിട്ട കുറെ ഐറ്റംസ് കൂടി അവർ അവിടെ വെക്കുന്നുണ്ട്. അതിനൊക്കെ കാണുമ്പോ തന്നെ നമ്മുടെ വായിൽ കപ്പലോടും. പിന്നെ കഴിക്കുമ്പോ പറയണം, നല്ലൊരു പൈനാപ്പിൾ പീസ് എടുത്തിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിട്ട് ഇവന്റെ മുഖം കണ്ടാൽ തന്നെ നീക്ക് അറിയാം. ഞാൻ അവിടെ ഒരു ബക്കറ്റിൽ നിന്ന് തപ്പി ഒരു മാങ്ങയുടെ പീസ് എടുത്ത് മാങ്ങയുടെ പീസ് കഴിക്കാൻ നോക്കുമ്പോ പറയുന്ന നല്ല മുളകുണ്ട്. ആ മുളകും കൂട്ടി കഴിച്ചപ്പോ എന്റെ പൊന്നു മക്കളെ നാട്ടിലെത്തിയൊരു ഫീലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സാധനം കൂടി ട്രയൽ നോക്കി. ഓരോ നാട്ടിൽ ഓരോ പേരാണ്. കണ്ണൂരാണെങ്കിൽ ഞരണ്ടി, കോഴിക്കോടാണെങ്കിൽ ഒരതി ഐസ് എന്നൊക്കെ പറയുന്നത്. ഒരു 1-1.5 മുതൽ എന്തായാലും ഓർഡർ ചെയ്തിട്ട് അതൊരു 5 മിനിറ്റിനകത്ത് സാധനം റെഡിയാക്കി വന്നിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് കുടിച്ച് നോക്കി. ഇതിലൊക്കെ ചെറിയൊരു ഐസ്ക്രീമിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ സ്പോട്ട് മറക്കണ്ട, മുസഫ ഷാബിയ 11 കഞ്ഞിക്കട. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.